ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. അതൊക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ എല്ലാവരും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇതിപ്പോൾ വൈകുന്നേരം റഫീക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടുകയാണ് കേട്ടോ. ചായക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കിച്ചണിലേക്ക് വന്നതാണേ. അപ്പോൾ എനിക്കും അത്യാവശ്യം വിശക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉച്ചക്ക് റഫീക്ക് ഉണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു വീട്ടിൽ. അതുകൊണ്ട് തന്നെ കുറച്ച് സാലഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് ഒപ്പിച്ചു കേട്ടോ. പക്ഷെ അത് രാത്രി വരെ നിൽക്കുന്നില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എനിക്ക് വിശന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ എന്തെങ്കിലും ഒന്ന് തപ്പിപ്പിടിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പാസ്ത എടുത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. തിളപ്പിച്ച് വേവിക്കണ്ടേ, അതിന് വേണ്ടി വെച്ചിട്ടുണ്ട്. കുറഞ്ഞ ക്വാണ്ടിറ്റി കേട്ടോ. പിന്നെ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് തട്ടിക്കൂട്ടലാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് റഫീക്ക വന്നിട്ട് ഒന്ന് പുറത്ത് പോകാനും കൂടെ ഉണ്ട്. സാധാരണ ഒരു മഗ്‌രിബിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ റഫീക്ക എത്തലുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ സ്നാക്സൊക്കെ ആക്കി ഒന്ന് റെഡി ആവട്ടെ, വേഗം ഇതൊക്കെ ഒന്ന് തീർക്കട്ടെ, കിച്ചണിലെ പരിപാടികളൊക്കെ ഒന്ന് തീർക്കട്ടെ കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാം എടുത്തു വെച്ചപ്പോൾ എൻ്റെ ആ ഒരു ഞാൻ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ തൊലി കളഞ്ഞ് വെക്കുന്ന ഈ ഒരു ബോക്സില്ലേ, ഈ ഒരു കണ്ടെയ്നർ, അതിൽ നോക്കിയപ്പോൾ വലിയ കാര്യത്തിൽ എടുത്തതാണ്. പക്ഷേ വെളുത്തുള്ളി തൊലി കളഞ്ഞതില്ല കേട്ടോ. അതിലുണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ വേഗം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കല്ലേ വേണ്ടോ എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ വെളുത്തുള്ളി കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടായിരുന്നെ. അങ്ങനെ പിന്നെ ആദ്യം വിചാരിച്ചു വെളുത്തുള്ളി പൗഡർ യൂസ് ചെയ്യാമെന്ന്. പിന്നെ വേണ്ട, അങ്ങനെ മടിച്ചാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് തൊലി കളയാമെന്ന് വിചാരിച്ചു. ഈ ഒരു പാസ്ത ഉണ്ടാക്കാനില്ലേ, ഞാൻ ഭയങ്കര മസാലകളും കാര്യങ്ങളും കുറേ കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. 1-2 ഐറ്റംസ് ചേർക്കുന്നുള്ളൂ. പക്ഷെ അത് ഇതിൽ നിർബന്ധമാണ് കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ആ ഒരു ഫ്ലേവർ നല്ലോണം കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ തൊലിച്ചിട്ട് എടുക്കാൻ തന്നെ വിചാരിച്ചു. കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമുക്ക് കഴിക്കാനൊരു ഇഷ്ടം കൂടെ ഉണ്ടെങ്കിൽ, വിശപ്പും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ടൊന്ന് മെനക്കെടുമല്ലോ, എന്ത് ചെറിയ കാര്യമാണെങ്കിലും. അതിപ്പോൾ നമ്മൾ വലിയ കാര്യമാണെങ്കിലും നമ്മൾ മടിയാണ്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റൂല, നമ്മളെ ലക്ഷ്യത്തിലേക്ക് കേട്ടോ അങ്ങനെ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റില്ല, എന്നെക്കൊണ്ടാവില്ല, എനിക്കൊന്നും വയ്യ എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാലില്ലേ അതിൽ നമുക്ക് എത്താൻ പറ്റൂല കേട്ടോ. എന്ത് ചെറിയ കാര്യങ്ങൾ ആണെങ്കിലും, എന്ത് വലിയ കാര്യമാണെങ്കിലും, ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും എനിക്ക് പറ്റും, ആ ഒരു ഇൻട്രസ്റ്റ് മൈൻഡിൽ നിന്ന്, ആ ഒരു ഉഷാറും എനിക്ക് പറ്റും, എനിക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു തോന്നലുണ്ടായാൽ നമുക്ക് എന്ത് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യത്തിലൂടെ ഞാനതൊന്ന് ഓർമ്മിപ്പിച്ചതാണേ. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ കുറേ കാര്യങ്ങൾ. ഇവിടെ പാസ്ത ലവേഴ്സൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് വല്ലപ്പോഴും ഒന്ന് വാങ്ങി വെക്കും. എന്തെങ്കിലുമൊക്കെ കുറച്ച് മടിയൊക്കെ വരുന്ന ദിവസം നമ്മളൊന്ന് തട്ടിക്കൂട്ടാൻ, അല്ലെങ്കിൽ കുട്ടികളൊക്കെ വരുന്ന സമയത്ത്, തനു ഹവ്വയൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വൈറ്റ് പാസ്ത ഒക്കെ ആക്കി കൊടുക്കലുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കലുണ്ട്. അതിലുള്ള ലാസ്റ്റ് ഒരു പിടി പാസ്തയാണ് കേട്ടോ ഇപ്പം ഞാൻ എടുത്തത്. അപ്പോൾ അത് വെന്ത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ പാനിൽ കുറച്ച് ബട്ടർ, ഇതിൽ ഓയിലായാലും കുഴപ്പമില്ല, പക്ഷേ ബട്ടർ നെയ്യൊക്കെ എടുക്കുമ്പോൾ ഒന്നുകൂടെ ഫ്ലേവർ ഉണ്ടാവട്ടെ. ഞാൻ പറഞ്ഞല്ലോ കുറേ കാര്യങ്ങളൊന്നും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല എന്ന്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഒരു 8 തല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്ത് കൊടുക്കുക. ബട്ടറും കരിഞ്ഞു പോകരുത്, അതുപോലെ തന്നെ വെളുത്തുള്ളിയും കരിഞ്ഞു പോകരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ ഒരു ഫ്ലേവർ അതിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മതിയേ. പിന്നെ ഗാർലിക് പൗഡറൊക്കെ ഇടുന്നതിനേക്കാളും നമ്മൾ നല്ലത് വെളുത്തുള്ളി തന്നെ കട്ട് ചെയ്ത് ഇടുന്നതാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഞാൻ എടുത്തതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി എടുത്താലും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പാസ്ത വേവിച്ചത് ചേർത്ത് കൊടുത്തു. നമുക്കിതിലേക്ക് മക്രോണി വേവിച്ചതില്ല, അതും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. പാസ്ത വേവിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. സോഫ്റ്റായിട്ട് വരുന്നവരെ അങ്ങനെ ലോ ഫ്ലെയിമിലോടെ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ വെള്ളം വറ്റിപ്പോവാണ്ട് ഇരുന്നാൽ മതി. പിന്നെ അതങ്ങ് ഊറ്റിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട്, പാസ്ത ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം.
ഞാനിതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ, കുറേയൊന്നുമില്ല, നമ്മൾ എരിവിനായിട്ടൊന്നും ചേർത്ത് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകൊക്കെ വേണമെങ്കിൽ, എരിവൊക്കെ വേണമെങ്കിൽ, എല്ലാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് മാറ്റിയെടുക്കലാണ് കേട്ടോ. ഈ പാസ്തയിൽ അങ്ങനെയൊന്നും ചേർക്കില്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മളൊക്കെ എന്താണ് ഏത് രീതിയിലാണോ കഴിക്കാനിഷ്ടം ആ രീതിയിലേക്ക് തന്നെ മാറ്റിയെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു, കുറേയൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തു. ഇനി അതിലേക്ക് ചീസ് ഉണ്ടായിരുന്ന കയ്യിൽ, അപ്പോൾ അത് ഒരു 2 സ്ലൈസ് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രേറ്റഡ് ചീസാണെങ്കിലോ മൊസറല്ല ചീസോ ചെഡർ ചീസ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്ലൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ കുക്കിങ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിൽ. നമുക്ക് ചിക്കനോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലൊക്കെ വെച്ച് തട്ടിക്കൂട്ടുന്നത് മാത്രം ഉള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ, സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് പറ്റും. അവർ ഈവനിങ്ങിൽ അവർക്ക് വരുമ്പോൾ കഴിക്കാനൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ സ്നാക്സ്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചീസ് ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ആ ഒരു ചൂടിൽ തന്നെ അത് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഞാനത് ഫ്ലെയിമൊന്നും ഓണാക്കുന്നില്ല കേട്ടോ, അത് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, അതങ്ങ് മെൽറ്റ് ആയിക്കോട്ടെ. അപ്പോഴത്തേക്കും വേറൊരു പാൻ വെച്ചിട്ട് അതിൽ നമുക്ക് എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഞാൻ ഒരു എഗ്ഗ് മതി എന്ന് വിചാരിച്ചു, പിന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് 2 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എഗ്ഗ് നമ്മളെപ്പോഴും പൊരിച്ചെടുക്കുകയാണെങ്കിലും സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണെങ്കിലും ഒക്കെ ഒരു എഗ്ഗിന് ഒരു 1-2 ടീസ്പൂൺ പച്ചവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഒരു 3-4 ടീസ്പൂൺ പച്ചവെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പിട്ടിട്ടും. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, പക്ഷേ ഈ ഒരു പച്ചവെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴല്ലേ നമ്മൾ എഗ്ഗ് ഹാർഡായി പോകില്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക. പിന്നെ ഒഴിച്ച ഉടനെ തന്നെ ഇതുപോലെ അതിന് ഹാർഡാവാൻ വിടരുത് കേട്ടോ. അതിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു കുക്കാകുമ്പോഴത്തേക്കും നമുക്കതിനെ എടുക്കുകയും വേണം. പിന്നെ ആ പാനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്, പെട്ടെന്ന് തന്നെ പാന് ചേഞ്ച് ആക്കുകയും വേണം കേട്ടോ. ഇല്ലെങ്കിൽ അതിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ എഗ്ഗ് ആ ഒരു സോഫ്റ്റ് സംഭവം ഉണ്ടല്ലോ, അതങ്ങ് നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ലേ. അപ്പോൾ നല്ല ടേസ്റ്റ്, ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടോ, നല്ല ടേസ്റ്റാണ് എഗ്ഗ് ഇങ്ങനെ ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത്ര മതി കേട്ടോ, ഇത്രയും കുക്കായാൽ മതി. ഇനി കുക്കാക്കി എടുക്കരുത്, ഫ്ലെയിം ഓണാക്കിയും വെക്കരുത് കേട്ടോ. വേഗം മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിങ്ങനെ ചെറുതായിട്ടൊന്നും സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ അവിടെ ഇങ്ങനെ കുറച്ച് അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് തന്നെ കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇത്രയും മതി. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ പാസ്തയിൽ നമ്മൾ ചീസ് ചേർത്ത് കൊടുത്തിട്ടില്ലേ കേട്ടോ, അതൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ ചൂടിലിരുന്നിട്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ചീസ് വേണമെങ്കിൽ 2, 3, 4 സ്ലൈസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ എഗ്ഗ് ഉണ്ടല്ലേ, സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ്, അത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിയില അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ അതൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ചേർത്ത്, ഞാൻ പറഞ്ഞല്ലോ ഇതിൽ വലിയ ഫ്ലേവേഴ്സും കാര്യങ്ങളൊന്നുമില്ല, മൈൽഡ് ഫ്ലേവേഴ്സാണ് ഉണ്ടാവുക, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. എനിക്കിങ്ങനെ ഒരുപാട് മസാല ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഇതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഇനി നമുക്ക് കുക്കാക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ആ പാലൊന്ന് തിളച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാം. തിളച്ചാൽ മതിയേ, വരട്ടണ്ട. അപ്പോഴത്തേക്ക് ഓഫാക്കി കൊടുക്കുക. അതിലത് കിടന്നിട്ട് ഇങ്ങനെ ഒരു ക്രീമി ആ ഒരു കൺസിസ്റ്റൻസി ആയിക്കോളൂ കേട്ടോ. വേറെ ഒന്നും ഇതിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഉപ്പിട്ടിട്ടാണ് കേട്ടോ പാസ്ത വേവിച്ചിട്ടുള്ളത്. പിന്നെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തപ്പോഴും ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അത് മറന്നുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റുള്ള, ഭയങ്കര സംഭവമൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, പക്ഷേ നമുക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന, വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരൈറ്റം, അത്രയേ ഉള്ളൂ. എനിക്കിത് ഇതിനേക്കാളും ഇഷ്ടം മക്രൂണിയിൽ ചെയ്യുമ്പോഴാട്ടോ, ഒന്നുകൂടി സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഇത്രയും വലുതായിരിക്കില്ലല്ലോ, കുഞ്ഞു പീസല്ലേ, അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് സ്പെഷ്യലി ഇഷ്ടം അതിൽ ചെയ്യുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. എന്തായാലും ചെയ്ത് നോക്കാം. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ടല്ലോ, പക്ഷെ ചെയ്യുമ്പോൾ ബട്ടറിൽ ഗീയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടും നമുക്കതിലേക്ക് കേട്ടോ. വൈറ്റ് സോസോ ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. അപ്പോൾ റഫീഖ് എത്തിയിട്ടില്ല, ഞാനെന്തായാലും ചൂടോടെ തന്നെ കഴിക്കട്ടെ കേട്ടോ. റഫീഖ് വന്നിട്ട് റഫീഖക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ കഴിക്കട്ടെ. അപ്പം ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു സർപ്രൈസ് വ്ളോഗാണിതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് നമ്മൾ ആരെയാണ് നമ്മൾ സർപ്രൈസ് ചെയ്യാൻ പോകുന്നത്, ആർക്കാണ് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് എന്നറിയണ്ടേ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുമ്പ് ഒരു
10-20 ദിവസം മുമ്പ് എന്നെ മലപ്പുറം കോട്ടക്കിൽ നിന്ന് ഒരു കുട്ടി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ വാട്സപ്പിൽ. അപ്പോൾ ഇങ്ങനെ ജംഷിത്ത ഭയങ്കര ഇഷ്ടമാണ്, വ്ളോഗ് കാണാറുണ്ട്. ആ കുട്ടീൻ്റെ ഉമ്മ സ്ഥിരം നമ്മളെ വ്ളോഗ് കാണുന്ന സബ്സ്ക്രൈബറാണ്. അപ്പോൾ ഉമ്മാക്ക് വലിയ ഇഷ്ടമാണ് ജംഷിനെ കാണാൻ. അപ്പോൾ ഒന്ന് കാണാൻ പറ്റുമോ? ഉമ്മാൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഈ ജൂൺ 10-ന്. അപ്പോൾ അവർ വയനാട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ സർപ്രൈസായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ, ഒരു പ്ലേസ് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ എന്നൊക്കെ ആണ് കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്കും അത് ഓക്കെ പറയാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടാ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു, പക്ഷെ എന്നെ ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കണം. പിന്നെ മാത്രമല്ല റഫീഖൊക്കെ ആ സമയത്ത് ഡ്യൂട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വന്നാൽ എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്, നമുക്ക് കാണാം, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിപ്പോൾ ഞാൻ മഗ്‌രിബ് നിസ്കാരമെല്ലാം കഴിഞ്ഞ് റഫീഖാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിനി അവരോട് 7:30-ക്ക് ടൗണിൽ, നമ്മളെ കൽപ്പറ്റ ടൗണിൽ ഒരു എന്താ പറയുക റെസ്റ്റോറൻറ്റിൽ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു 7:45 അവരെത്തുക എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, പക്ഷേ 7:45 ഇപ്പോൾ 7:45 കഴിഞ്ഞു, പക്ഷേ റഫീഖ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെയും കുറേ സമയം ഞാൻ വെയിറ്റ് ചെയ്തു. ഏകദേശം 8 മണിയൊക്കെ ആവാനായിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് റഫീഖ വന്നപ്പം. പിന്നെ വേഗം ഒന്ന് ഫ്രഷായി അങ്ങനെയും നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. ഇപ്പോൾ ദാ നമ്മൾ സിന്ദൂറിൽ വന്നതാട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങണമല്ലോ. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ, ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിന് വേണ്ടി ചെറിയ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാനൊരു അവർക്ക് വേണ്ടിയിട്ടൊരു ചുരിദാർ സെലക്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ റഫീഖ ജെൻസിൻ്റെ ഫ്ലോറിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാൾക്കും കൂടെ പോയിട്ട് സെലക്ട് ചെയ്യാനുള്ള ആ ഒരു ടൈമില്ല കേട്ടോ. വേഗം എടുത്തിട്ട്, കാരണം അവർക്കത് അറിയില്ലല്ലോ. അപ്പോൾ എത്ര നേരം അവർക്ക് എന്താ പറയുക ഭക്ഷണം കഴിക്കാൻ അവിടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കുറേ നേരം ഇവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ചിലപ്പോൾ കാര്യം പറയാണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരില്ലേ എന്ന് വിചാരിച്ച് നമ്മൾ വേഗം നോക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അവരോടൊരു ടൈം പറഞ്ഞിട്ട് ആ ഒരു ടൈം നമ്മൾ തന്നെ കറക്റ്റ് എത്താണ്ടിരിക്കുന്നത് അതും ശരിയല്ലല്ലോ. പിന്നെ റഫീഖാൻ്റെ ജോലി ഇതല്ലേ, അപ്പോൾ നമുക്ക് ആ പറഞ്ഞ ആ ഒരു കറക്റ്റ് ഇതിന് നമുക്ക് വരാനും പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു ചുരിദാർ സെലക്ട് ആക്കിയിട്ട്, ഇതല്ല ഞാൻ സെലക്ട് ആക്കിയത്, ഇതായിരുന്നു കേട്ടോ. ഈ ഒരു ലൈറ്റ് ഓറഞ്ചോ പീച്ചോ എന്തോ ഒരു കളർ. റഫീഖ വന്നപ്പം അവർക്ക് അവിടെ, അതായത് ഇത്താൻ്റെ ഹസ്ബൻഡിന് എടുത്ത ഷർട്ട് ഈ ഒരു കളറായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കളർ എടുത്തോ എന്ന് പറയും. റഫീഖ ഫോണിൽ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഏത് കളറാണ്, നേവി ബ്ലൂ എടുക്കട്ടെ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കളർ എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതെടുത്തു കൊണ്ട് താഴെ വന്നപ്പോൾ കറക്റ്റ് എൻ്റെ മുന്നിൽ ഈ ചുരിദാറുണ്ട്. അപ്പോൾ പിന്നെ അതെടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് സെലക്ട് ആക്കിയിട്ടോ നമ്മളിതാ ഇപ്പോൾ 2 ആക്കുകളിൽ എടുത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു ഗിഫ്റ്റ് പാക്കൊക്കെ ആക്കിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്കെ നമുക്ക് ജൂൺ 10-ന് അപ്പോൾ നമുക്ക് കാണാം. അങ്ങനെ ഞാൻ പറഞ്ഞൊരു പ്ലേസിലേക്കാണ് അവർ വരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞൊരു ടൈമിലേക്കാണ് അവർ വരുന്നത്. അവർ ഉച്ചയ്ക്ക് വയനാട് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വൈത്തിരി ഒരു റിസോർട്ടിൽ അവർ സ്റ്റേ ആണ്. അതിനുശേഷം ഒരു ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ വൈകുന്നേരം മഗ്‌രിബിന് ശേഷമാണ് കേട്ടോ അവർ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ അവർ നമ്മളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുട്ടി എന്നെയായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, എവിടെ എത്തി എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനും ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടേ. അങ്ങനെ ഇതാ നമ്മൾ DNC റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബൈപ്പാസിലുള്ള DNC റെസ്റ്റോറൻറ്റ് ഞാൻ മുന്നേ വീഡിയോ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പം അവിടെയാണ് കേട്ടോ നമ്മൾ അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകൽ ചിലപ്പം അവരെവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് നമുക്കപ്പോൾ സർപ്രൈസ് പൊളിഞ്ഞു പോകില്ലേ, അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ റഫീഖ പറയാം, ഞാനെന്നാൽ മാനേജറെ വിളിക്കട്ടെ, വിളിച്ചിട്ട് അവരെവിടെയാണ് സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചോദിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാമെന്ന് പറയാം. അങ്ങനെ അവർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങളെ കാണൂല, അവർ അപ്പുറത്തേക്ക് തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അവർ സീറ്റ് സെറ്റാക്കിയതാന്ന് തോന്നുന്നു കേട്ടോ കുട്ടികൾ. അപ്പോൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ട്, അപ്പോൾ നിങ്ങളെന്തായാലും കാണൂല, നിങ്ങൾക്ക് ബാക്കിലൂടെ കയറി വരാൻ പറ്റും എന്നൊക്കെ പറയുകയാണ് കേട്ടോ.
അങ്ങനെ നമ്മളവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം അല്ലേ. ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. എനിക്ക് എന്താ പറയുകയെന്നറിയില്ല, സന്തോഷമോ എന്തെല്ലോ ഉണ്ട് കേട്ടോ. കാരണം എനിക്കറിയാത്ത ഒരാളെ ഞാൻ കാണാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ആളെ കണ്ടിട്ടുണ്ട്. അവിടുത്തെ വോയിസും കാര്യങ്ങളൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാര്യം മ്യൂസിക് ഉണ്ട്, നമുക്ക് കോപ്പിറൈറ്റ് വരും. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം 100% സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. ആ കുട്ടികളും അത് നല്ല കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ചെറിയ മോനെ കണ്ടില്ലേ, ഓന് കുറേ സമയമായിട്ട് ഫുഡ് വേണം, എന്താ ഫുഡ് കഴിക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് കച്ചറാക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ ചെറിയൊരു പോർഷൻ ഫുഡ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം അവരോട് പറയാൻ പറ്റില്ലല്ലോ, ഇത്ര സമയം എന്താ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എന്താ പറയുക, ഫുഡ് കൊണ്ടുവരാണ്ടിരിക്കാനും പറ്റില്ല. കാരണം ഇത്താക്ക് അറിയില്ലല്ലോ, അവരോട് പറഞ്ഞിട്ടില്ലല്ലോ, സർപ്രൈസ് അല്ലേ. അപ്പോൾ കുറേ സമയം അവർക്കിത് പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നിട്ട് മോനോട് പറയാനും വയ്യ കേട്ടോ. അവനെ കുറച്ച് അങ്ങോട്ടൊക്കെ കൊണ്ടുപോയിട്ട് കുറേ കാഴ്ചകളൊക്കെ കാണിക്കാമെന്ന് ചോദിച്ചു. പക്ഷെ അവന് ഫുഡ് വേണം എന്ന് പറഞ്ഞ് കച്ചാക്കിയതാട്ടോ പറഞ്ഞത്. പക്ഷേ അവനോടിട്ട് പറയാനും വയ്യ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ആ മോനും ഉമ്മയും കുറച്ച് ഫുഡ് നമ്മൾ വരുമ്പോൾ അവർ മോനും ഉമ്മയും മാത്രമല്ല എല്ലാവരും കുറച്ച് ഫുഡ് ഇങ്ങനെ വെച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാര്യം അവർക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, ഇല്ലെങ്കിൽ പിന്നെ സത്യം പറയേണ്ടി വരുമല്ലോ, അത് വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ കണ്ട് സംസാരമായി. ഇവർ കോട്ടക്കൽ ആണ് കേട്ടോ വരുന്നത്. എൻ്റെ ഉമ്മാൻ്റെ നാട്ടിലാണ് ഇവർ. കറക്റ്റ് എനിക്ക് പ്ലേസ് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഞാൻ അവർക്കൊരു സർപ്രൈസ് കൊടുത്തു. സലീന റഫീഖ് കേട്ടോ, അതാണ് അവരുടെ പേര്. ഞാൻ അവർക്കൊരു സർപ്രൈസ് കൊടുത്തു. അവരെനിക്കും ചെറിയൊരു സർപ്രൈസ് തന്നിട്ടുണ്ടായിരുന്നേ, സർപ്രൈസ് ഗിഫ്റ്റ് കേട്ടോ. ഓക്കെ. പിന്നെ അതിനുശേഷം ഒരു ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ നമ്മുടെ റെസ്റ്റോറൻറ്റിലത്തെ നല്ല അടിപൊളി മധൂത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അടിപൊളിയാട്ടോ. ഞാൻ പ്രൊമോഷൻ അങ്ങനെ ആയിട്ടൊന്നും പറയുന്നതല്ല, നല്ല ടേസ്റ്റാട്ടോ ഇവിടുത്തെ മധൂത്ത്. വയനാട്ടിലൊക്കെ വരുന്നവർ നമ്മുടെ ബൈപ്പാസിൽ DNCയിൽ കയറി നോക്കിക്കോട്ടോ, കിടലൻ ടേസ്റ്റാണ്. ഇത്താക്കേ എന്താ വർത്താനൊന്നും പറയാൻ കിട്ടുന്നില്ല കേട്ടോ. കുറച്ച് സമയത്തിന് എന്താ പറയേണ്ടതെന്നൊന്നും അറിയുന്നില്ല. കാര്യം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വന്നപ്പോൾ വയനാട്ടിലെത്തിയപ്പോൾ ഞാനത് ചോദിച്ചു. വയനാട്ടിലെത്തിയപ്പോൾ എന്നെ ചോദിച്ചോ കാണണമെന്ന് പറഞ്ഞോന്ന്. പക്ഷേ കറക്റ്റ് കാണണമെന്ന് പറഞ്ഞു. ജംഷീനെ വിളിച്ച് നോക്കാം നമുക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. സിന്ദൂറിൽ പോവാം, എന്നിട്ട് വിളിച്ച് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ന് കുട്ടികൾ പറഞ്ഞു കേട്ടോ. അവരെ മുഖത്ത് കുട്ടികളുടെ ആണെങ്കിലും ഐത്താൻ്റെ ആണെങ്കിലും ഒക്കെ ഭയങ്കര സന്തോഷവും ഭയങ്കര ഒരു എന്താണെന്നറിയില്ല, അത്ര ഒരു ഇഷ്ടവും സ്നേഹമൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അതിൽ എന്താ പറയുക, അതിൻ്റെ 10 മടങ്ങ് ഇഷ്ടവും സ്നേഹവും എൻ്റെ മനസ്സിലും ഉണ്ട് കേട്ടോ. അവർക്കത് ബോധ്യപ്പെട്ടോ എന്തോ ഒന്നും എനിക്കറിയില്ല. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങൾക്കും ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം ഞങ്ങൾക്കും ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് മാറിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.